ഇന്ത്യയുടെ സിന്ദൂര പൊട്ട് മായ്ക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കില്ല എന്നുള്ളതിൻ്റെ പ്രഖ്യാപനമായിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. 4 ദിവസം കൊണ്ട് പാകിസ്ഥാനെ ഇന്ത്യ ഇച്ഛാവരപ്പിച്ചു. യുദ്ധം നിർത്തിക്കിട്ടാൻ വേണ്ടി അവർ ഇന്ത്യയുടെ പക്കൽ കേണപേക്ഷിച്ചു. പഹൽഗ്രാമിലെ കൂട്ടക്കൊല ഭീകരപ്രവർത്തകരുടെ മാത്രം പ്രവൃത്തിയാണ് എന്ന് ഇന്ത്യ കരുതുന്നില്ല. പാകിസ്ഥാന് വേണ്ടി ആ പ്രവൃത്തി അവർ ചെയ്തുവെന്നാണ് ഇന്ത്യയുടെ വിശ്വാസം. അല്ലെങ്കിൽ പാകിസ്ഥാന് പോലും നിയന്ത്രിക്കാനാവാത്ത വിധത്തിൽ പാകിസ്ഥാനിൽ ഭീകരർ തഴച്ചു വളരുന്നുവെന്നാണ് കരുതേണ്ടത്. എന്തായാലും ഇന്ത്യയെ ആക്രമിക്കുവാനുള്ള തീരുമാനം അടിമുടി തെറ്റായിരുന്നുവെന്ന് അനന്തരഫലങ്ങൾ വെളിപ്പെടുത്തി. ഇന്ത്യയുടെ ശക്തി വിലയിരുത്താൻ കഴിയാതെ പാകിസ്ഥാൻ എടുത്ത തെറ്റായ ഒരു തീരുമാനമായിരുന്നു ആക്രമണം. സൈനിക ശക്തിയിലോ യുദ്ധതന്ത്രങ്ങളിലോ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ താരതമ്യമേ ഇല്ല. ഇന്ത്യ അത്ര ശക്തമാണ്. ഇന്ന് യുദ്ധരീതികളെല്ലാം മാറിയിരിക്കുന്നു. രാജഭരണമുണ്ടായിരുന്നപ്പോഴും യുദ്ധമുണ്ടായിരുന്നു. അന്ന് കാലാൾപ്പടയും കുതിരയും ആനയും തേരുമൊക്കെയായിരുന്നു യുദ്ധരംഗത്ത് ഉണ്ടായിരുന്നത്. എന്നാൽ 1-ാം ലോകമഹായുദ്ധത്തിൻ്റെ കാലത്ത് കവചിത ടാങ്കുകൾ വിനാശം വിതയ്ക്കുന്ന രീതിയുണ്ടായി. 2-ാം ലോകമഹായുദ്ധകാലത്ത് ഫൈറ്റർ ജെറ്റുകൾ ആക്രമണത്തിന് ശക്തി കൂട്ടി. 20-ാം നൂറ്റാണ്ടിൽ യുദ്ധരീതികൾ വീണ്ടും മാറി. കമ്പ്യൂട്ടറിൻ്റെയും സോഫ്റ്റ്വെയറിൻ്റെയും സഹായത്തോടുകൂടിയുള്ള യുദ്ധരീതികൾ അവലംബിച്ചു തുടങ്ങി. ഇന്ന് യുദ്ധമുറ സാങ്കേതിക വിദ്യയുടെ തലത്തിലാണ്. നിർമ്മിത ബുദ്ധി വലിയ തോതിൽ യുദ്ധതന്ത്രങ്ങളെ മാറ്റിമറിച്ചിട്ടുണ്ട്. ഒരു ചെറിയ രാജ്യത്തോട് പോലും യുദ്ധം ചെയ്ത് വിജയം വരിക്കുവാനുള്ള രാഷ്ട്രീയ കാലാവസ്ഥ പാകിസ്ഥാനിലില്ല. അവിടെ ശക്തമായ ജനാധിപത്യമില്ല. സൈന്യത്തിനാണ് കൂടുതൽ ശക്തി. പേരിന് പ്രധാനമന്ത്രി ഉണ്ടെങ്കിലും ജനപിന്തുണയില്ല. അന്താരാഷ്ട്ര പിന്തുണയും ഭരണകൂടത്തിന് പോരാ. മാത്രവുമല്ല, ഒരു യുദ്ധം നയിക്കുവാനുള്ള സാമ്പത്തിക ഭദ്രത ആ രാജ്യത്തിനില്ല. എന്നാൽ ഇന്ത്യയുടെ സ്ഥിതി അങ്ങനെയല്ല. ലോകത്തിലെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യങ്ങളിലൊന്നാണ് ഭാരതം. ഇവിടെ കരുത്തനായ ഭരണാധികാരിയുണ്ട്. 140 കോടിയിലധികം ജനങ്ങളുടെ വലിയ പിന്തുണയുണ്ട്. അന്താരാഷ്ട്ര പിന്തുണയും ഇന്ത്യക്ക് വേണ്ടുവോളമുണ്ട്. ഇതിനെല്ലാം പുറമെയാണ് ശാസ്ത്ര സാങ്കേതിക മേഖലകളിലെ മികവ്. യുദ്ധം ജയിക്കുന്നത് വാക്കുകൊണ്ടും തോക്കുകൊണ്ടുമാണ്. ഇന്ത്യക്ക് ഇത് രണ്ടുമുണ്ട്. പ്രഗത്ഭനായ വിദേശകാര്യ വിദഗ്ധനും മിടുക്കനായ യുദ്ധതന്ത്രജ്ഞനും നമ്മുടെ രാജ്യത്തിനുണ്ട്. അജിത് ഡോവലിനെ വെല്ലാൻ ഇന്ന് ലോകത്തിൽ അധികം യുദ്ധവീരന്മാർ ഉണ്ടാകില്ല എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അദ്ദേഹം ഒരു സൈനിക നേതാവല്ല, പോലീസുകാരനാണ്. പക്ഷേ അസാധാരണമായ തന്ത്രങ്ങളും അന്വേഷണ ബുദ്ധിയും ധീരതയുമാണ് അദ്ദേഹത്തിനുള്ളത്. ഇന്ത്യയിലെ സൈനിക വിദഗ്ധർ മാത്രമല്ല, സാങ്കേതിക വിദഗ്ധർ ധാരാളമുണ്ട്. അവരാണ് യുദ്ധം നിയന്ത്രിക്കുന്നത്. അവരാകട്ടെ യുദ്ധതന്ത്രങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന ഇസ്രായേൽ, അമേരിക്ക, റഷ്യ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രഗത്ഭർക്ക് ഒപ്പമോ മുകളിലോ ആണ്. മറ്റൊരു കാര്യം കൂടി ഇന്ത്യക്ക് ഗുണകരമായിട്ടുള്ളത്, ഇന്ത്യ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ആയുധങ്ങൾ വാങ്ങുന്ന രാജ്യമല്ല, പകരം തദ്ദേശീയമായി വികസിപ്പിച്ചെടുക്കുന്ന ആയുധങ്ങൾ ഉപയോഗിക്കുന്ന രാജ്യം കൂടിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലൂടെയും നൂറുകണക്കായ സ്റ്റാർട്ടപ്പുകളിലൂടെയും ഇന്ത്യ ആവശ്യത്തിന് യുദ്ധസന്നാഹങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യയിലെ IIT-കളിലെ അതിപ്രഗത്ഭരായ ബുദ്ധിജീവികളിൽ നിന്ന് രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കിയിരിക്കുന്നു. ഈ കരുത്തിന് ശക്തി പകരുന്നതാണ് ഇന്ത്യയുടെ
സ്ഥിരതയാർന്ന രാഷ്ട്രീയ അടിത്തറയുള്ള ഭരണകൂടം.